3 പോയിൻറ്റ്സ് എങ്ങനെ കിട്ടിയാലും ഐ ഡോണ്ട് കെയർ. കുറേ റൈവൽ ഫാൻസ് വന്നിട്ട് പറയും നിങ്ങൾ ഇത് കളിച്ചില്ല, അത് കളിച്ചില്ല, പൊസിഷൻ കീപ്പ് ചെയ്തില്ല, ഭയങ്കര ബാഡ് ഫുട്ബോളായിരുന്നു, ഒക്കെ ശരി. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ അടുത്ത് 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. എവർട്ടൺ 0, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. 3 പോയിൻറ്റ്സ് മാറ്റേഴ്സ്, നത്തിങ് എൽസ് മാറ്റേഴ്സ്. 3 പോയിൻറ്റ്സ് മാറ്റേഴ്സ്. പറയാൻ കുറേ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിലോട്ട്. ദിസ് ഇസ് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാക്ടിക്കലി ഞാനൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്, വിച്ച് മീൻസ് എന്തുകൊണ്ട് നമ്മുടെ ഇന്നലെ നമുക്കൊരു ഫ്ലൂയിഡ് ഫുട്ബോൾ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഞാനൊരു ടാക്ടിക് ബോർഡ് വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്തായിരുന്നു നമ്മൾ സംഭവിച്ചത് കളിയിൽ? സോ ബേസിക്കലി നമ്മളെല്ലാവരും പറഞ്ഞ സംഭവം തന്നെയായിരുന്നു. അതായത് വളരെ ടഫ് ഫിക്സർ ആയിരിക്കും എഗെയിൻസ്റ്റ് എവർട്ടൺ. അവരുടെ എവേ ഗ്രൗണ്ടിൽ, ഹിൽ ഡിക്കിൻസൺ ഗ്രൗണ്ട് എന്നാണ് അവരുടെ പേര്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവരുടെ സ്റ്റേഡിയത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. സോ നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഹിൽ ഡിക്കിൻസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പുതിയ സ്റ്റേഡിയം നെയിം എവർട്ടൻ്റെ. അവിടെ പോയിട്ട് നമ്മൾ 3 പോയിൻറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത് 1 പോയിൻ്റ് കിടേണ്ട ഗെയിം ആയിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സെസ്കോ മുത്ത് നമുക്ക് വേണ്ടി വീണ്ടും ഒരു ഗോൾ അടിച്ച് നമുക്ക് 3 പോയിൻറ്റ്സ് നേടി തന്നിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ കളിയിലാണ് സെസ്കോ നമ്മളെ രക്ഷിക്കുന്നത്. ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞ പേര് ചിലപ്പോൾ ഈ മാച്ച് റിയാക്ഷനിൽ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. ക്രിസ്റ്റഫർ വിവൽ എന്ന് പറഞ്ഞ ആളുടെ പേരാണ്. ഈ ക്രിസ്റ്റഫർ വിവലാണ് ശരിക്കും പറഞ്ഞ ഈ ചെങ്ങാനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, സെസ്കോനെ. ഇതിൽ ഞാൻ പറയാനത് കാരണം എന്താ അറിയോ? വിൽകോക്സ് ആണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വിൽകോക്സ് പറഞ്ഞിട്ട് നമുക്ക് ഡെലാപ്പിനാണെന്നായിരുന്നു, ലിയാം ഡെലാപ്പിൻ, അതായത് ചെൽസി കളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ടീമിൽ ഇന്നലെ സെസ്കോയ്ക്ക് പറഞ്ഞ ഡെലാപ്പായിരുന്നെങ്കിൽ ആ ഗോൾ ഇന്നലെ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ചെൽസിയിൽ ഇപ്പോഴത്തെ അവൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഡെലാപ്പ് ആണെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഡെലാപ്പ് നമ്മുടെ സ്റ്റാർട്ടിംഗ് 11ൽ പോയിട്ട് സബ്ബിൽ പോലും ഇരിക്കാനുള്ള അർഹത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ സെസ്കോന് കിട്ടിയാൽ നമ്മൾ ശരിക്കും ക്രിസ്റ്റഫർ വിവലിനോട് വലിയ താങ്ക് യു പറയണം. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റഫർ വിവലാണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡെസിഷൻസ് എടുക്കേണ്ടത്, വിൽകോക്സ് അല്ല. സോ അത് ഞാൻ പറഞ്ഞ് തുടങ്ങുകയാണ്. പിന്നെ ഞാൻ പറയുന്ന പേര്, എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ലാമൻസ് ഇന്നലെ കളിച്ച കളി എൻ്റെ പൊന്നു മക്കളെ, ഒരു ഡേവിഡ് ഡെഹേയ വൈബ്സാണ് എനിക്ക് തന്നത്. പണ്ടത്തെ കളി വല്ലവർക്കും ഓർമ്മ ഉണ്ടോ? ഇതിലൊരു 90% ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആഴ്സണലിനെതിരെ എമിറേറ്റ്സ് ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മൾ 3-1 ജയിച്ചൊരു കളി ഉണ്ടായിരുന്നു. അതിൽ ഡിഹേയ കുറച്ച് സേവ്സ് വരുത്തിയിട്ടുണ്ട്. 3-1 1-0 എനിക്കറിയില്ല, പക്ഷേ ആ കളി നമ്മൾ ജയിച്ചത് ഡിഹേയ കാരണമാണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വയ്ക്കാൻ വന്നിട്ട് പെർഫോമൻസ് ആയിരുന്നു ലാമൻസിൻ്റെ. യജാതി പെർഫോമൻസാണ് ചങ്ങായി കാണിച്ചത്. സംഭവം കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ലാമൻസിന് പകരം വല്ല ഒനാനോ അല്ലെങ്കിൽ ബയന്തറുമാണ് ഗോൾ കീപ്പറെങ്കിൽ ഇന്നലെ ആ കളി എവർട്ടൺ മിനിമം 4-1 5-1 ജയിച്ചിട്ടുണ്ടാവും. അതിൽ 5 ഗോൾ അടിച്ചാൽ 3 കോർണറിൽ നിന്ന് 2 ത്രോ ഇന്ന് വரைക്കും എവർട്ടൺ അടിച്ചു കാണും. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇന്ന് കോബി മാനു ഇൻസ്റ്റാഗ്രാമിൽ പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. ഹറാംബോളിൻ്റെ ഒക്കെ അങ്ങേയറ്റം വരുന്ന കോർണർ ലെവലിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് എവർട്ടൺ. അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ലാമൻസ് നമ്മളെ രക്ഷിച്ചതെന്നുള്ളത് ദൈവത്തിനോട് നന്ദി പറയേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ പല ഷോട്ട്സും, അതിലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കളി കഴിയാൻ ഏകദേശം 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ലോങ് റേഞ്ചിൽ നിന്ന് ഒരു ചങ്ങായി അടിച്ചൊരു ഷോട്ട്. അതിലൊന്ന് അവൻ വലത് കൈകൊണ്ട് സേവ് ചെയ്തൊരു ഷോട്ട് ഉണ്ട്. അതല്ലാതെ വേറൊരു ഷോട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ സൈഡ് പോസ്റ്റിലോട്ട് പോകുന്ന അല്ലെങ്കിൽ സൈഡിലോട്ട് പോകുന്ന പന്താണ്. അവൻ ജസ്റ്റ് വീണ് കിടന്ന് പന്ത് ഹോൾഡ് ചെയ്തു. പക്ഷെ അത് പിടിക്കുന്ന പറഞ്ഞാൽ എളുപ്പമുള്ള സംഭവമല്ല. അത് കാണുമ്പോൾ വിചാരിക്കുമോ ഇത് സിമ്പിളാണ്. പക്ഷെ ആ വരുന്ന ആ ബോളിൻ്റെ പവർ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ സേവ് അല്ല. സോ മാൻ ഓഫ് ദ മാച്ച് ലാമൻസ് ഇന്നലെ എന്ന് പറഞ്ഞാൽ സോളിഡ് പെർഫോമൻസ് ആയിരുന്നു. ഞാനിവിടെ എടുത്തു പറഞ്ഞ വേറെ സംഭവം, സൈനിങ് ഓഫ് ദ സീസൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈനിങ് ഓഫ് ദ സീസൺ ലാമൻസ് ആണ്, നോ ഡൗട്ട്. 17 മില്യൺ പൗണ്ടിനാണ് നമ്മൾ അവനെ കൊണ്ടുവന്നുള്ളത്. 17 മില്യൺ പൗണ്ടിനാണ് നമ്മൾ അവനെ കൊണ്ടുവന്നുള്ളത്. ഇത്രയും ചീപ്പ് പ്രൈസിന് മുതലായ വേറൊരു പ്ലെയർ നമ്മുടെ ഇപ്പോഴത്തെ ടീമിലില്ല, ഇൻക്ലൂഡിങ് നമ്മൾ എംബൂമിനെടുത്താലും കുഞ്ഞി ആരെടുത്താലും. ഇത്ര ചെറിയ പൈസയ്ക്ക് മുതലായൊരു ഒരു പ്ലെയർ വേറെ നമ്മുടെ ടീമിലില്ല. സോ ലാമൻസ് മാൻ, യു ആർ ദ മാൻ ഓഫ് ദ മാച്ച്. നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ആരാന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ടാക്ടിക്കൽ ബോർഡ് കാണിക്കാം. ഈ ടാക്ടിക്കൽ ബോർഡ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിലും പിന്നെ കുറേയൊക്കെ സെക്കൻഡ് ഹാഫിലും നമ്മുടെ ടീം സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ബേസിക്കലി നമ്മൾ ഇന്നലത്തെ ഒരു സെറ്റപ്പ് നോക്കിയാൽ നമ്മൾ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു നമുക്ക് കൂടുതലും ഇത് കാണണം, പ്രോഗ്രസ് ചെയ്യണം പന്ത്, അതേപോലെ തന്നെ ക്രോസസ് ഇടണം, അതേപോലെ തന്നെ സ്പേസ് കണ്ടെത്തിയിട്ട് പ്ലേസ് റൺ ചെയ്യണം, എന്ന് മാത്രമേ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തേർഡ് സിനാരിയോ കൗണ്ടർ അറ്റാക്ക് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്.
പക്ഷെ നമ്മൾ പറഞ്ഞ രണ്ട് സംഭവങ്ങളും ഇന്നലെ എന്തുകൊണ്ട് സംഭവിച്ചില്ല, എന്തുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സിന് സ്പേസ് കണ്ടെത്താൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ പ്ലേയേഴ്സിന് ക്രോസ് ഇടാൻ പറ്റുന്നില്ല, അത് ഞാൻ ആദ്യം പറയുന്ന ഫോൾട്ട് കാരിക്കിൻ്റെയാണ്. ഇത് നെഗറ്റീവായിട്ട് കാണരുത്, ഇതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് കണ്ടാൽ മതി. ഇത് ഞാൻ കഴിഞ്ഞ 2-3 കളിയെടുത്ത് കാണുന്നുണ്ട് കാരിക്കിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കുറച്ച് ടെൻഷൻ തരുന്നത്. ലോങ് ടേമിലോട്ട് കാരിക്കാണ് നമ്മളെ നയിക്കാൻ പോകുന്നതെങ്കിൽ ഐ വിൽ ബി റിയലി വറീഡ് ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ചിട്ട്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് കാരിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ഒരു ടീമിനെ പിക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ ടീം സെലക്ഷനിലാണ് നമ്മുടെ പല കളികളും അവതാളത്തിലാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്നലത്തെ കളി നമുക്കറിയാം, സെസ്കോ കളിച്ച മാത്രമാണ് നമുക്കൊരു ഗോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളത്. എംബൂമ കളിച്ചാലും കുനിയ സ്ട്രൈക്കറായിട്ട് കളിച്ചാലും ഒരു മൊമെൻറ്റിൽ അമാദൊക്കെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നുണ്ട്. ഐ ഹാഡ് നോ ഐഡിയ എന്താണ് നമ്മൾ ചെയ്യുന്നത്. ശരിയാണ്, ഫ്ലൂയിഡ് റൊട്ടേഷൻ, ഫ്രണ്ട് ത്രീ ഫ്ലൂയിഡിറ്റി ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ കളിക്കുന്നത് സിറ്റിക്കെതിരെയോ ആഴ്സണലിനെതിരെയോ അല്ലെങ്കിൽ എന്താ പറയുക സ്പേഴ്സിനെതിരെയോ അതേപോലെ തന്നെ ലിവർപൂളിനെതിരെയോ അല്ല. നമ്മൾ കളിക്കുന്നത് ഒരു ലോവർ ഡിവിഷൻ, ലോവർ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ടേബിൾ അല്ലെങ്കിൽ ഒരു 6th 7th 8th താഴെ ഉള്ളൊരു ടേബിളിൽ കിടക്കുന്ന ടീം, അങ്ങനത്തെ ഒരു ടീമായിട്ട് നമ്മൾ കളിക്കുന്നത്. അവരൊരിക്കലും നമുക്കൊരു എന്താ പറയുക ഓപ്പൺ ആക്കി തരുമോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ വേണ്ടി അവർ സ്പേസ് ഉണ്ടാക്കി തരുകയോ ചെയ്യില്ല എവർട്ടൺ. അവർക്ക് ആകെ കളിക്കാൻ പറ്റുന്ന കളി പറഞ്ഞ ടീം മൊത്തത്തിൽ പ്രോഗ്രസ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യുക, ക്രോസസ് ഇടുക, സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ ഈ ഫ്ലൂയിഡിറ്റി നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പന്ത് കീപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മളതിൽ കണ്ടത്. നിങ്ങൾക്കിപ്പോൾ ടാക്ടിക്കൽ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ബേസിക്കലി നമ്മളിവിടെ കാണാൻ പറ്റും, യോറോ മഗ്വർ ആണ് നമ്മുടെ ബാക്ക് കളിച്ചത്. ഇവിടെ സൈഡ് വൈസ് പാസ് ആണ്, ഡയലോക്ക് കൊടുക്കും, അപ്പോഴേക്കും ഡയലോനെ കവർ ഒരാൾ വരും, ബ്രൂണോനെ അപ്പോഴേക്കും കവർ ഒരാൾ വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ബോൾ തിരിച്ച് യോറോയിലേക്ക് വരുന്നു, തിരിച്ചും എവർട്ടൻ്റെ പ്ലേയേഴ്സ് തിരിച്ച് അവരുടെ പൊസിഷനിൽ പോകുന്നു. ബ്രൂണോയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ അവർ നള്ളിഫൈ ചെയ്യാണ് ബ്രൂണോനെ. സ്വാഭാവികമാണ്, നമ്മുടെ അറ്റാക്കിംഗ് ക്രിയേറ്റീവ് സംഭവമാണ്. കസമീറോയ്ക്ക് വന്നാലും തന്നെ സംഭവം, കസമീറോനെ മാർക്ക് ചെയ്യുന്നു, കസമീറോ തിരിച്ച് യോറോയ്ക്ക് കൊടുക്കുന്നു. ഇതേ സംഭവം യോറോ വീണ്ടും മഗ്വറിന് കൊടുക്കുന്നു. മഗ്വറിന് കൊടുത്താൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ, മഗ്വർ ഒന്ന് പന്തായിട്ട് ഒന്ന് പ്രോഗ്രസ് ചെയ്യാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വന്നിട്ട് മഗ്വറിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കസമീറോ ആ സമയത്ത് മുന്നോട്ട് കയറി പോകുന്നു. മഗ്വറിന് ആകെയുള്ള ഓപ്ഷൻ ഷോയ്ക്ക് കൊടുക്കുകയാണ്. ഇനി ഷോൻ്റെ അടുത്ത് കിട്ടിയാലോ, അവരുടെ വിങ്ങർ വന്നിട്ട് ഷോനെ കവർ ചെയ്യും. ഈ സമയത്ത് മെയിനും ഇറങ്ങി വരുന്നു. ഈ മെയിനും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മെയിനിൻ്റെ കൂട്ടൊരു ആൾ ഇറങ്ങി വരുന്നു, അവന് സ്പേസ് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ മെയിനും എന്ത് ചെയ്യുന്നു, കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിപ്പോയി ഇതേ പറഞ്ഞ പോലെ തന്നെ മഗ്വറും അല്ലെങ്കിൽ യോറോയ്ക്ക് പന്ത് കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, ഇത്രയും വലിയ സ്പേസ് കൂടെ ഓപ്പൺ ആയിട്ട് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ സ്പേസ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇഷ്യൂ. ഇവിടെ എന്താ ചെയ്യണം, ഇവിടെ ഈതർ കസമീറോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ 10 ആയിട്ടുള്ള കുനിയ ആ സ്പേസിലോട്ട് ഓടിക്കയറണം. പക്ഷെ ഓടിക്കയറിയാൽ നമുക്ക് സ്പേസ് അല്ലെങ്കിൽ പാസ് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിത് ഇന്നലെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ എന്തുകൊണ്ട് കുനിയയ്ക്ക് ഇന്നലെ ഏറ്റവും ശോകമായിട്ട് കുനിയ കളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ ആണ് കാരണം. ഷോ മുന്നിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകാതെ ഷോ പിന്നിലോട്ട് ഇറങ്ങി വരികയാണ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ നോർമൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷോ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ അടുത്ത് ഷോൻ്റെ അടുത്ത് പന്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന പോലെ ഞാൻ മാച്ച് റിവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇവിടെ കാണുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. സോ ബേസിക്കലി മെയിനു, കുനിയ, ലൂക്ക് ഷോ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ്? നമുക്ക് തന്നെയാണ്. ഈ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഒക്കെ എടുത്തുകൊണ്ട് മുന്നിലോട്ട് പന്ത് പ്രോഗ്രസ് ചെയ്യണം. പക്ഷേ ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഇവിടെ മെയിനു കുനിയ അടുത്തടുത്ത് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ സംഭവിക്കേണ്ടത് ഇതാണ്, ഷോ ആക്ച്വലി ഓവർലാപ്പ് ചെയ്ത് കയറണം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന സ്പേസിലോട്ട് ഷോ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കയറണം പന്തായിട്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ ക്രോസ് മതി, അവിടെ എംബൂമോ അല്ലെങ്കിൽ സെസ്കോ ആരോ ആയിക്കോട്ടെ, ആ സ്പേസിലോട്ട് പന്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. ഇവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നലത്തെ. നിങ്ങൾക്കിത് എത്രത്തോളം നിങ്ങളിത് കണ്ടു മനസ്സിലാക്കി എനിക്കറിയില്ല. ഞാനിന്നലെ കണ്ടിടത്തോളം ടാക്ടിക്കലി നമ്മൾ ഇവിടെ വളരെ വളരെ വീക്കായിരുന്നു. ഈ സ്പേസ് കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് സൈഡിൽ നിന്നുള്ളത്, അത് ഡേലോ ആയാലും അതേപോലെ തന്നെ ഷോ ആയാലും രണ്ട് സൈഡിൽ നമ്മുടെ ഫുൾ ബാക്സ് അറ്റാക്കിംഗ് സ്പേസിലോട്ട് കയറുന്നില്ല. നമ്മൾ അറ്റാക്കിംഗ് സ്പേസിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് പന്ത് ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ പന്ത് നമ്മുടെ ഡേഞ്ചർ ഏരിയയിലേക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണ്, നമ്മളെല്ലാം സ്റ്റാറ്റിക്കാണ്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും അമാദും അതേപോലെ തന്നെ ഡാലോ എന്താ ചെയ്യേണ്ടത്, അമാദിനടുത്ത് പന്ത് കിട്ടുമ്പോൾ ഡാലോ എന്താ ചെയ്യേണ്ടത്, ഡാലോ ആ ഓവർലാപ്പ് ചെയ്തുകൊണ്ടതാ ഇവിടെ വരച്ച് കാണിച്ചു തരാം, ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഈ റണ്ണ് മേക്ക് ചെയ്യണം. അത് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും ടക്കിൻ ചെയ്ത് നിൽക്കുകയല്ലാതെ ബാക്കിലോട്ട് ഇറങ്ങി വരിക, അത്രേ ഉള്ളൂ. മുന്നോട്ട് പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കയറി പോകുന്നില്ല, ബാക്കിലോട്ട് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് ആ രണ്ട് ഓപ്ഷൻസ് കട്ടായി പോവാണ്. ഇതാണ് ഞാൻ ഇന്നലെ കണ്ട ഏറ്റവും വലിയ പ്രശ്നം. ഇത് മാറാതെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ലോ ബ്ലോക്കിനെതിരെ എസ്പെഷ്യലി എവർട്ടൺ പോലത്തെ ടീമിനെതിരെ ഗോൾ അടിക്കാൻ പറ്റില്ല. ഇനി
എൻ്റെ ഏറ്റവും വലിയ ഇന്നലത്തെ ഇഷ്യൂ ഒന്ന് ഇതായിരുന്നു, രണ്ടാമത്തെ ടീം സെലക്ഷൻ ആയിരുന്നു. അതായത് സെസ്കോനെ എന്തുകൊണ്ട് പിക്ക് ചെയ്തില്ല? ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിട്ട്, അതായത് ഇത്രയും നമുക്ക് ട്രയാങ്കിൾസ്, നമുക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എവർട്ടൺ തന്നിട്ടുണ്ട്. ചില മൊമെൻറ്റ്സിൽ നമുക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് സൈഡിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റാത്തതിന് മെയിൻ കാരണം ഒന്ന് ഈ ഷോ അല്ലെങ്കിൽ ഡയലോഗ് ഓവർലാപ്പ് റൺ ചെയ്യാത്തതും അതേപോലെ നമുക്കൊരു ടാർഗറ്റ് മാൻ ഇല്ലാത്തതുമായിരുന്നു. നമ്മൾ ടാർഗറ്റ് മാൻ ഇറക്കി കളിച്ച് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ സെസ്കോൻ്റെ ഗോൾ ഒന്ന് കൗണ്ടറിലാണെങ്കിലും ദർ വാസ് ഇനഫ് ആൻഡ് മോർ ചാൻസസ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എന്താണ്, നമ്മൾ ഇങ്ങനത്തെ ഓവർലാപ്പ് റൺ നടത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്രോസിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കുനിയ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അമാദ് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, എംബൂമ ഫ്രസ്ട്രേറ്റിംഗ് ആണ്, ബ്രൂണോ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു 4 പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ കളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബ്രൂണോക്കോ അമാദിനോ അല്ലെങ്കിൽ എംബൂമൊക്കെ കുനിയക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മുടെ ആരാണ് ആ ചുമതല ഏറ്റെടുത്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഫുൾ ബാക്കുകളാണ്, അതായത് ലൂക്ക് ഷോയും ഡാലോയും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പുതിയ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും മസ്റ്റാണ്. ഡാലോ സ്പേഷ്യൽ അവയർനെസ് ഇല്ല ഡാലോയ്ക്ക്. ഡാലോ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കും, ശരിയാണ്, അടിപൊളി പ്ലെയറാണ്, പൊസിഷൻ കീപ്പ് ചെയ്ത് അവൻ കളിച്ചോളും. പക്ഷേ സ്പേഷ്യൽ അവയർനെസ് പറഞ്ഞ സംഭവമില്ല. ലൂക്ക് ഷോ സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഹീസ് വറീഡ്. അതായത് വേൾഡ് കപ്പ് എങ്ങാനും എനിക്ക് മിസ്സായി പോവുക, ഇങ്ങനെ ഓവർലാപ്പ് റണ്ണ് നടത്തി ഞാൻ അവരെങ്ങാനും വന്ന് എന്നെ ടാക്കിൾ ചെയ്ത് ഞാൻ ഇഞ്ചേർഡ് ആവും, എൻ്റെ വേൾഡ് കപ്പ് മിസ്സാവും എന്നുള്ള പേടിയിലാണ് ലൂക്ക് ഷോ കളിക്കുന്നത്. 100% ഷുവറാണ്. അല്ലെങ്കിൽ ലൂക്ക് ഷോ അത് ഓവർലാപ്പ് റണ്ണ് എത്രയോ നടത്തേണ്ടതാണ്. ഇതിന് മുമ്പ് നമ്മൾ ലൂക്ക് ഷോ അതുപോലെ ഓവർലാപ്പ് റണ്ണ് നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അത് കാരിക്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ വി ഷുഡ് ബി വറീഡ്. കാരണം ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഒരിക്കലും ഓവർലാപ്പ് റണ്ണ് നടത്തിക്കൊണ്ട് ക്രോസ് അതിരിക്കരുത്. അത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. ഐ വോണ്ട് ദാറ്റ് ടു ചേഞ്ച്. ആ സംഭവം എനിക്ക് അടുത്ത കളി മുതൽ മാറി കണ്ടേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ലോ ബ്ലോക്കിനെതിരെ ഇങ്ങനത്തെ ടീമിനെതിരെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ക്രിസ്റ്റൽ പാലസും സിമിലർ ആയിട്ട് തന്നെ നമുക്കെതിരെ ടാക്ടിക്കൽ സെറ്റപ്പ് ചെയ്യും, ഒരു സംശയം വേണ്ട. കാരണം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ടീംസും, ബാക്കി എല്ലാ ടീംസും നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾക്കെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളത് അവർക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. കാരിക്കിനെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളത് അത് തരണം ചെയ്യുന്നത് കാരിക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഈ ഇമാതിരി സംഭവങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇതേപോലെ തന്നെ കളികളായിരിക്കും, ഫ്രസ്ട്രേറ്റിംഗ് കളികളായിരിക്കും. ചിലപ്പോൾ ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. സോ ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ടാക്ടിക്കലി നമ്മുടെ സൈഡിൽ വന്ന റോങ് സംഭവങ്ങൾ. സോ അത് നമ്മൾ റെക്ടിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഗോൾ വന്നത് എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാഫിൽ ഗോൾ വരുന്നത് സെസ്കോ വന്നതിന് ശേഷമാണ്. അതായത് സെസ്കോ വന്നതിന് ശേഷം ഐ തിങ്ക് എവർട്ടൺ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവുക ഉണ്ടായി. അതായത് അതുവരെ ഒരു മിഡ് ബ്ലോക്കോ ലോ ബ്ലോക്കോ കളിച്ചിരുന്ന എവർട്ടൺ ഒരു 70 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മേ ബി നമുക്കൊരു ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. കാരണം മാൻ യുണൈറ്റഡ് അത്ര നന്നായി കളിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ഫേമസ് വിക്ടറി ഇവിടെ എടുക്കാൻ പറ്റും യുണൈറ്റഡിനെതിരെ പറഞ്ഞുകൊണ്ട് നമ്മൾക്കെതിരെ അറ്റാക്കിങ് ഇങ്ങോട്ട് കയറി വന്നു. അതാണ് എവർട്ടൺ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. എവർട്ടൺ ഒരുമാതിരി എന്താ പറയുക, നമ്മൾക്ക് പോയി ഗോൾ അടിച്ചേക്കാം, നമുക്കൊരു 1-0 വിക്ടറി എടുത്തേക്കാം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾക്ക് സ്പേസ് കിട്ടിയത്. അവിടെയാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലിപ്പിൽ കാണിച്ചു തരാം. ബേസിക്കലി നമ്മൾ അത്രയും കട്ടയ്ക്ക് ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യാനായിരുന്നു, ഒരു സംശയം വേണ്ട. അതുവരെ എവർട്ടൺ ആയിരുന്നു അഡ്വാൻറ്റേജ് തന്നെ, എവർട്ടൺ ആയിരുന്നു നന്നായി കളിച്ചുള്ളത്. ഒരു മിസ് ക്രോസിൽ ലൂക്ഷോയുടെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ ലൂക്ഷോ അത് കുനിയയ്ക്ക് കൊടുക്കുകയാണ്. കുനിയയ്ക്ക് കൊടുത്തുകൊണ്ട് കുനിയ ഒരൊറ്റ ലോങ് റേഞ്ച് പാസിൽ എംബൂമിനെ പിക്ക് ചെയ്യാണ്. എംബൂം അവിടെ കമ്പോഷർ കാഴ്ചവെക്കുന്നു. കമ്പോഷർ കാഴ്ചവെച്ചുകൊണ്ട് സെസ്കോൻ്റെ ആ റാപ്പിഡ് റൺ, അതൊരു അന്യായ റണ്ണാണ്. അമ്മാതിരി പേസിൽ ആ ചങ്ങായി ഓടണമെങ്കിൽ 6'5" എന്തല്ലേ അവൻ്റെ ഹൈറ്റ്, ആ പേസിൽ അവൻ ഓടണമെങ്കിൽ അവനൊരു ഫ്രീക്കിഷ് അത്ലീറ്റ് ആണെന്നുള്ളത് ഉറപ്പാണ്. അത് ആ റണ്ണ് കണ്ടാൽ മനസ്സിലാവും. ആ റണ്ണിനെ എംബൂമ പിക്ക് ചെയ്യാണ്. പിക്ഫോർഡിന് ഒന്നും ചെയ്യാനില്ല. വി നോ പിക്ഫോർഡ് ഈസ് എ വെരി ബ്രില്യൻ ഗോൾ കീപ്പർ. പക്ഷേ ആ ഷോട്ട് പിക്ഫോർഡിന് തടുക്കാൻ പറ്റില്ല. അമ്മാതിരി ബുള്ളറ്റ് പോലത്തെ ഷോട്ടാണ് സെസ്കോ അടിച്ച് കയറ്റിയത്. മക്കളെ സെസ്കോയ്ക്ക് ഒരു സെല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ആ റണ്ണും ആ ഫിനിഷും ക്ലാസിക് മാൻ യുണൈറ്റഡ് ഫിനിഷാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞ ടാക്ടിക്കൽ സെറ്റപ്പിനോട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു സംഭവം, നമ്മുടെ എംബൂമോ അതേപോലെ തന്നെ അമാദ് ഇങ്ങനത്തെ പ്ലെയേഴ്സിൻ്റെ ഫോമില്ലായ്മ. നമ്മൾ ശരിയാണ്, നമുക്ക് എംബൂമോ അമാദ് കുനി അവരൊക്കെ കളിക്കണം. പക്ഷേ ചില മൊമെൻറ്റ്സിൽ നമ്മൾ ചില പ്ലെയേഴ്സിനെ വലിക്കണം. കാരണം അല്ലാതെ നമുക്ക് ടീം പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സംഭവം, ഒരു കോമൻറ്റ് ഞാൻ കേട്ടതാണ്. എന്തിനാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് ഫോമായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യുന്നത്? ഇതിൽ ആകെ ഒരു ഇൻസ്റ്റൻസിലാണ് എനിക്ക് അമാദിനോ അല്ലെങ്കിൽ എംബൂമോനെയോ ഒരു ക്വാളിറ്റി കണ്ടത്. അതായത് അമാദിനെ 1-on-1 കിട്ടിയപ്പോൾ അമാദ് നമുക്കറിയാം, അമാദ് ടേക്ക് ഓൺ ചെയ്യാൻ അടിപൊളിയാണ്. അതായത് പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടേക്ക് ഓൺസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് അമാദ് എൻ്റെ അഭിപ്രായത്തിൽ. അമാദ് സത്യം പറഞ്ഞാൽ ബ്രാത്ത്വൈറ്റിന് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവനെ ശരിക്കും സ്കിൻ ചെയ്ത് കളഞ്ഞ് മുന്നോട്ട് കയറിപ്പോയി. അത് ബ്രാത്ത്വൈറ്റിൻ്റെ ഫൗൾ കൊണ്ട് മാത്രമാണ് അത് അമാദിനെ അറ്റാക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ബോക്സിലോട്ട് കയറാൻ പറ്റാതിരുന്നത്. അതേപോലെ തന്നെ എംബൂമോൻ്റെ റണ്ണും ആ അസിസ്റ്റുമാണ് സെസ്കോയ്ക്കുള്ള ആകെ കണ്ട് ഞാൻ എംബൂമോൻ്റെ സൈഡിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റി. അതല്ലാതെ കംപ്ലീറ്റ് ഗെയിമിൽ ഒന്നും ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും.
ശരിയാണ്, ടാക്ടിക്കലി അവർക്ക് അതിന് നള്ളിഫൈ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ അമാദൊക്കെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു മൊമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അമാദിൻ്റെ ഒരു ബെസ്റ്റ് പൊസിഷൻ അല്ല അത്. അതുകൊണ്ട് തന്നെ അമാദിനൊന്നും ഈ കളിയിൽ സത്യം പറഞ്ഞാൽ ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ബ്രൂണോ ഓഫ് കോഴ്സ് ബ്രൂണോ ക്യാപ്റ്റനാണ്, പക്ഷേ ബ്രൂണോ ഡിസൈസീവ് മൊമെൻറ്റ്സ് നമുക്ക് ഗോൾ അസിസ്റ്റ് തരുന്ന ഒരു പ്ലെയർ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല, ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. പക്ഷേ എംബൂമോ അമാദിനൊക്കെ ശരിക്കും പറഞ്ഞാൽ 1-2 കളിയോ ബെഞ്ച് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എത്രത്തോളം പേര് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ അഭിപ്രായമാണ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഐ തിങ്ക് നെക്സ്റ്റ് ഗെയിം മുതൽ ഐ വാണ്ട് സെസ്കോ ടു സ്റ്റാർട്ട് ആൻഡ് എംബൂമോ അല്ലെങ്കിൽ അമാദ് ഏതെങ്കിലും ഒരാൾ ബെഞ്ചിൽ പോയിരിക്കണം. അതേപോലെ തന്നെ എനിക്ക് വേറൊരു സംഭവം എനിക്ക് മനസ്സിലായത് ഇന്നലെ, കുനിയ ഈസ് ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ്. കുനിയ ആ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ടാവും. അവനെ കൊണ്ടുവന്നത് ഈ സിസ്റ്റം കളിക്കാനല്ല, അവനൊരു പ്രോപ്പർ നമ്പർ 10 പ്ലെയറാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിക്കുന്ന ഒരു പ്ലെയറാണ് കുനിയ. അവൻ ലെഫ്റ്റ് വിങ്ങിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ അല്ല. അതുകൊണ്ടായിരിക്കും അവൻ ഫ്രസ്ട്രേറ്റ് ആയിരിക്കുന്നത്. പക്ഷെ അവൻ്റെ എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു ഫിസിക്കാലിറ്റിയും അതേപോലെ തന്നെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആഗ്രഹം, ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ചില മൊമെൻറ്റ്സിൽ ചില ഗെയിംസിൽ നമുക്ക് സെസ്കോനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുനിയ, അമാദ്, എംബൂമോ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ ബെഞ്ച് ചെയ്യേണ്ടി വരും. അതിലെനിക്ക് യാതൊരു പ്രശ്നം തോന്നുന്നില്ല. ആൻഡ് ഐ വോണ്ട് ടു സീ ദാറ്റ്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഗെയിമിൽ മേ ബി എംബൂമോ അല്ലെങ്കിൽ കുനിയ, അമാദൊക്കെ ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ. ഇവരൊക്കെ ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പ്ലേയേഴ്സാണ്. ആൻഡ് ദ റീസൺ ഐ എം ടെല്ലിങ് യു ഇസ് ദിസ്, സെസ്കോ ഡിസേർവ്സ് സ്റ്റാർട്ട് നെക്സ്റ്റ് മാച്ച്, എസ്പെഷ്യലി അറ്റ് ഓൾഡ് ട്രാഫോർഡിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ സെസ്കോ ഹാസ് ടു സ്റ്റാർട്ട്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ടാക്ടിക്കലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഫ്ലോസ് ഉണ്ടായിരുന്നത്, പോസിറ്റീവ് എന്തൊക്കെയാണ്. പോസിറ്റീവ് ഇതാണ്, നമ്മൾ 3 പോയിൻറ്റ്സ് ക്ലിയർ ആണ്, ടോപ്പ് 4-ലാണ്, സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് ടോപ്പ് 4 ഫിനിഷ് ചെയ്യാം. പക്ഷേ ചില മാറ്റങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് നെഗറ്റിവിറ്റി ആയിട്ട് പറയുന്നതല്ല, അതാരും അങ്ങനെ കാണരുത്. ഞാൻ പറഞ്ഞൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഹി ഹാസ് ടു ഇംപ്രൂവ്. അത് ഇംപ്രൂവ് ആവാതെ ഐ എം ആക്ച്വലി ഗെറ്റിംഗ് വറീഡ്. ശരിയാണ്, നമുക്ക് ഇനി 11-12 ഗെയിം ബാക്കിയുള്ളൂ. മേ ബി ഇങ്ങനെ പോയിട്ടൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസിലൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സേഫ് ആക്കണമെങ്കിൽ നമ്മുടെ കളി ഇമ്പ്രൂവ് ആവണം. ആ കളി ഇമ്പ്രൂവ് ആവണമെങ്കിൽ കോച്ചിങ്ങിൽ പല ഡിഫറൻസസും അതേപോലെ തന്നെ പല ക്വാളിറ്റീസും കൊണ്ടുവരണം. പിന്നെ ഈ 13-14 ഹോളിഡേയ്സൊക്കെ കിട്ടിയത്, മറ്റേ 14 നമുക്ക് ഇതായിരുന്നു, ഓഫായിരുന്നു. ആ സമയത്ത് പ്ലേയേഴ്സ് ഹോളിഡേക്ക് പോവുക, വെക്കേഷന് പോവുക, അതൊന്നും തിരിച്ച് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ ഒലെ ഗുണ സോൾച്ചറിൽ കണ്ടതാണ്. ഇതിനി വരാൻ പാടില്ല എന്നെൻ്റെ ആഗ്രഹമാണ്. ഐ ഡോണ്ട് നോ കാരിക്ക് എങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ഹീസ് എ വെരി ഗുഡ് മാനേജർ. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. സൂചി കയറ്റ ഇടം കൊടുത്ത ഒലയ്ക്കുന്ന ടീംസാണ് നമ്മുടെ പ്ലേയേഴ്സ്, ഉള്ള കാര്യം പറയാലോ. അപ്പോൾ മാക്സിമം സ്ട്രിക്റ്റ് ആയി നിന്നാൽ മാത്രമാണ് നമുക്ക് പെർഫോമൻസ് കാണാൻ പറ്റുള്ളൂ, ഇൻറ്റൻസിറ്റിയും പെർഫോമൻസും കാണാൻ പറ്റുള്ളൂ. ഇന്നലത്തെ കളി ഞാൻ ഇൻറ്റൻസിറ്റി കണ്ടതേയില്ല. ഒരു ബാഡ് പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ ഒരു ഗുഡ് റിസൾട്ടാണ്. അങ്ങനെ ഞാൻ ഈ കളി കാണുന്നുള്ളൂ. 3 പോയിൻറ്റ്സ് മാറ്റേഴ്സ്. നെക്സ്റ്റ് ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് മസ്റ്റായിട്ട് കാണണം, അത് വേറെ വിഷയം. പക്ഷേ ഇന്നത്തെ ഗെയിമിൽ അല്ലെങ്കിൽ ഇന്നലത്തെ ഗെയിമിൽ ഐ എം റിയലി ഹാപ്പി വി ഗോട്ട് 3 പോയിൻറ്റ്സ്. സെസ്കോ മുത്തെ, സല്യൂട്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. See you again.